കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധി കുറേ ദിവസമായി ചർച്ചയാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് നോക്കണം. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത്. 2.5 വർഷത്തിന് ശേഷം പുനഃസംഘടന എന്നത് തന്റെ നിർദ്ദേശമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. DK ശിവകുമാറിനൊപ്പം നിന്നുകൊണ്ട് സിദ്ധരാമയ്യയുടെ പ്രതികരണവും വന്നു. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണോ അതോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ വായിച്ചെടുക്കേണ്ടത്? വിനീത, ഏതായാലും സിദ്ധരാമയ്യ നൽകിയിരിക്കുന്ന സന്ദേശം എന്നത് ഹൈക്കമാൻഡിന് വഴങ്ങും എന്നതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിന് വഴങ്ങുന്നില്ല എന്നതായിരുന്നു ഇതുവരെയുള്ള ഒരു കർണാടകത്തിൽ നിന്ന് പുറത്തു വന്ന വിവരം എന്നത്. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന ധാരണ എന്നത് ഈ സർക്കാരിൽ ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യയും അതിനുശേഷം DK ശിവകുമാറും മുഖ്യമന്ത്രിയാവുക എന്നതായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ ധാരണ എന്നത്. ആ ധാരണ സിദ്ധരാമയ്യ തെറ്റിച്ചു എന്നാണ് ഇപ്പോൾ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന അംഗങ്ങളൊക്കെ തന്നെ പരാതിയായി ഉന്നയിക്കുന്നത്. ഡൽഹിയിൽ ഇതിനകം തന്നെ നിരവധി MLA മാർ DK ശിവകുമാർ പക്ഷക്കാർ എത്തിയിട്ടുണ്ട്. അവർ ഹൈക്കമാൻഡുമായി നേരിട്ട് ചർച്ചകൾക്കായാണ് എത്തിയത്. KC വേണുഗോപാലുമായി നിരവധി തവണ ഈ MLA മാർ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് DK ശിവകുമാറിനൊപ്പം നിന്നുകൊണ്ടാണ് സിദ്ധരാമയ്യ പറഞ്ഞത് ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നുവോ അക്കാര്യം അംഗീകരിക്കും എന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. ഒപ്പം ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, 2.5 വർഷം എന്നൊരു ഫോർമുല നേരത്തെ മുന്നോട്ട് വെച്ചത് താനായിരുന്നു എന്നുകൂടി ഇന്ന് സിദ്ധരാമയ്യ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർണാടക കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുമെന്ന് സിദ്ധരാമയ്യ പറയുമ്പോൾ അങ്ങനെ ഒരു വഴിക്ക് കർണാടകത്തിലെ സാഹചര്യങ്ങൾ നീങ്ങുന്നുവെന്ന് പറയാം. ഏതായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ കർണാടകത്തിൽ തങ്ങി, ബംഗളൂരുവിൽ തങ്ങി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള വലിയ ശ്രമം ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. ഏതായാലും ഇന്നോ നാളെയോ ആയി കർണാടകത്തിലെ പ്രശ്നങ്ങളിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, PR സുനിലാണ് ചേർന്നത്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് എത്താം.